Hi, welcome to day 8 of 180 days of sabbatical. ഇന്നത്തെ വീഡിയോ ഒരു ഇച്ചിരി ലോങ് വീഡിയോ ആണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഈ റീലിൽ ഒരു ഫോളോവർ കമൻറ്റ് ചെയ്തിരുന്നു എൻ്റെ നോസ്പിൻ കളക്ഷൻസ് ഒക്കെ അത് കാണിക്കണേന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ഭയങ്കര ത്രില്ലായിപ്പോയി. കാരണം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമേഴ്സിൻ്റെ ഒക്കെ വീഡിയോയുടെ അടിയിലൊക്കെ ഞാൻ ഈ കമൻറ്റ് കണ്ടിട്ടുണ്ട്. പ്ലീസ് ഷോസ് യുവർ ലിപ്സ്റ്റിക് കളക്ഷൻ, പ്ലീസ് ഷോസ് യുവർ സാരി കളക്ഷൻ എന്നൊക്കെ. ഞാൻ വിചാരിക്കും നമ്മളോടൊന്നും ഇങ്ങനെയൊന്നും ആരും ചോദിക്കുന്നില്ല, നമ്മളൊന്നും ഫേമസ് അല്ലല്ലോ അത്. പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ നോസ്പിൻ കളക്ഷൻ കാണാനാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഇപ്പോൾ കുട്ടികളുടെ പനിയൊക്കെ ആയിട്ട് ഇന്നും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ എൻ്റെ ജ്വല്ലറി കളക്ഷനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഒതുക്കി വെച്ചപ്പോൾ ഞാൻ എൻ്റെ നോസ്പിൻ കളക്ഷൻ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഈ മൂക്ക് കുത്തിയതിനെ പറ്റി ചെറിയൊരു കഥ പറയാം. എൻ്റെ ലെഫ്റ്റ് സൈഡ് മൂക്ക് കുത്താൻ എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഈ രണ്ട് സൈഡിലും മൂക്ക് കുത്തി, ഒരു സൈഡിൽ ചന്ദ്രനും മറ്റേ സൈഡിൽ സൂര്യനും, അങ്ങനെ എന്തൊക്കെയോ ഒരു സിംബോളിക് ആയിട്ടുള്ള മൂക്കുത്തി ആയിട്ടിരിക്കുന്നത്. അവർ നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല വലിയ മൂക്കുത്തി ആയിരുന്നേ. അപ്പം എനിക്കാണെങ്കിൽ മൂക്ക് കുത്താൻ ഇഷ്ടമാണ്. എൻ്റെ അമ്മയോ അമ്മയുടെ സിസ്റ്റേഴ്സോ ആരും മൂക്ക് കുത്തിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ കുറേ ചോദിച്ചു. അന്ന് നല്ല അനുസരണശീലമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ കുറേ ചോദിക്കുമ്പോൾ പെർമിഷൻ ഒന്നും തരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പം ഹസ്ബൻഡിനോട് ഞാൻ മൂക്ക് കുത്താൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ആകെ കൺസേൺ ആണ്, ഇത് സെപ്റ്റിക് ആയാലോ, മുറിയത്തില്ലേ, വേദനിക്കത്തില്ലേ, അങ്ങനെയൊക്കെ. പക്ഷേ ഒരുപാട് കോക്സ് ചെയ്ത് അവസാനം മൂത്ത മോളം ഉണ്ടായി കഴിഞ്ഞ് ഒരു വർഷം അങ്ങാണ്ടായപ്പോഴത്തേക്കും ഞാൻ ഫീമെയിൽ പോയി ഇടതുവശത്തെ മൂക്ക് കുത്തി. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പേടിച്ചതുപോലെ തന്നെ അത് ഇൻഫെക്റ്റഡ് ആയി ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക്സ് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ മൂക്കുത്തി ഊരി വെച്ചിരുന്നു. ഇൻഫെക്റ്റഡ് ആയപ്പോൾ അത് ഹീലായി അടഞ്ഞു. അങ്ങനെ രണ്ടാമത് പിന്നെയും കൊണ്ടുപോയി കുത്തി. കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ പിന്നെയും ഇൻഫെക്ഷൻ ആയപ്പോൾ ഞാൻ മൂക്കുത്തി ഊരാതെ അതിന് മരുന്നൊക്കെ ഇട്ട് മരുന്ന് കഴിച്ച് ഒരുവിധം ഹീൽ ചെയ്യിച്ചു. പക്ഷേ കുളിക്കുന്ന സമയത്തോ മറ്റോ ടവൽ കൊണ്ടിങ്ങനെ വലിഞ്ഞിട്ട് അവിടെ പിന്നെയും മുറിഞ്ഞപ്പോൾ ഞാൻ ഇത് ഊരി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം മുറിവൊന്ന് മാറി ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ട് ഓട്ട ഏകദേശം അടയുന്നുണ്ട്. ഫ്രഷ് കൊണ്ടല്ലേ, അപ്പോൾ അതിങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല, ഇനി കുത്താൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അടിയിട്ടു. അപ്പം ആരോടും പറയാതെ ഞാൻ തന്നെ ആണി വെച്ച് ഏകദേശം ഒരു സ്ഥലത്ത് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ആ ഒരു സെമി ഹീൽഡായ വൂണ്ട് പിന്നെയും ഓപ്പൺ ആയി വന്ന് ഞാനങ്ങ് മുക്കുത്തിയിട്ടു. പിന്നെ ഞാനത് കുറേ നാൾ അഴിച്ചില്ല. അതൊരു കുഞ്ഞൊറ്റ കല്ലിൻ്റെ ഡയമണ്ട് നോസ്പിൻ ആയിരുന്നു. ഈ ഒരു റീസെൻ്റ്ലി എനിക്കൊന്നൊരു 3-4 മന്ത്സിന് മുമ്പ് ഞാനതുകൊണ്ട് കളയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ലെഫ്റ്റ് സൈഡിലെ മൂക്ക് കുത്തിയ കഥ. ഞാൻ തുടരെ അത് കുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും മൂക്കുത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സെക്കൻഡ് സ്റ്റഡും കുത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ഹേർഡ് മെന്റാലിറ്റിയുടെ ഭാഗമായിരുന്നു. ആ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കുത്തി, അങ്ങനെ ഞാനും കുത്തി. പക്ഷെ അതുമായിട്ട് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ മൂക്കുത്തി എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ കുത്തിയതാണ്. അന്നൊരു പൊട്ട് മൂക്കുത്തിയായിട്ടിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു പ്രാവശ്യം ബാങ്കിൽ പോയപ്പം അവർ പറഞ്ഞു ഇത്തിരി താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൊട്ട് അടുത്ത ഭീമയിൽ കയറി നന്നാക്കാൻ കൊടുത്തൊരു മൂക്കുത്തി തിരികെ മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സമയമുണ്ട്. അന്ന് പിന്നെ അനുസരണശീലം ഇച്ചിരി കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ പോലെ തീരെ ഇല്ലാണ്ടായിട്ടില്ല, എങ്കിലും കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു വേണോ വേണ്ടേ. എന്താണെന്നറിയോ, വലതുവശത്ത് മൂക്ക് കുത്താനാണ് ഈ ആലോചിക്കുന്നത്. നയൻതാരയോ മറ്റോ ഏതോ ഒരു ഫിലിമിൽ 2 വശവും മൂക്ക് കുത്തി വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നയൻതാരയെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനും ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഈ വലതുവശത്ത് മൂക്ക് കുത്താൻ അപ്പം തൊട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഒരു ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ് ഒരു ഡിസിഷൻ എടുത്ത് ഭീമയിൽ തന്നെ തട്ടാൻ്റെയിൽ ആ നന്നാക്കി വാങ്ങിയ മൂക്ക് കുത്തി കൊടുത്ത് വലതുവശം കുത്തി. അതാണ് എൻ്റെ മൂക്കുത്തി കഥ. അപ്പം അദമ്യമായ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കുത്തണം. ഇത് മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ പിന്നീട് അത് സാധിച്ചില്ല എന്ന് ഓർത്ത് വിഷമം വരരുത്. ഇഷ്ടമായില്ലെങ്കിലും മാറ്റാം. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മൂക്ക് കുത്തോ, കാത് കുത്തോ, പുകാതി കുത്തോ, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പം ഇനി എൻ്റെ മൂക്കുത്തി കളക്ഷനിലേക്ക് പോകാം. അങ്ങനെ ഒരു സ്പെക്ടാക്കുലർ കളക്ഷൻ ഒന്നും അല്ല, ചോദിച്ചത് കൊണ്ട് ഞാൻ ഇടുകയാണ്. എനിക്കിഷ്ടമാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻ. ഓക്കെ, ഒന്നൊന്നായിട്ട് കാണിക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന മൂക്കുത്തിയുടെ കഥ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇത് ടോമലി എന്ന് പറയുന്ന സ്റ്റോൺ ആണ്. ഒരു യെല്ലോ തൊട്ട് ഗ്രീൻ വരെയുള്ള പല ഷെയ്ഡ്സിൽ നാച്ചുറലി ഒക്കെ ചെയ്യും. എനിക്ക് ഈ കളർ ഇഷ്ടമായിട്ട് മേടിച്ചത്. അവിടെ കുറച്ചുകൂടെ യെല്ലോയും കുറച്ചുകൂടെ ഗ്രീനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു കളർ ലുക്സ് ഗ്രീൻ ഇൻ സം ആംഗിൾസ് ആൻഡ് യെല്ലോ ഇൻ സം അതർ ആംഗിൾസ്. അപ്പം എനിക്കിത് ഇഷ്ടമായിട്ട് ഈ ഷേപ്പ് എനിക്കില്ലാത്തത് കൊണ്ടും ഞാനിത് മേടിച്ചാണ്. ഈ മൂക്കുത്തി പക്ഷേ ഒരു മൂക്കുത്തിയല്ല, ഇത് എൻ്റെ മൂത്ത മോളെ ആദ്യമായിട്ട് കാത് കുത്തിയ റൂബിയുടെ കമ്മലാണ്. ഇത് പ്രിൻസ് ജ്വല്ലറിയിൽ നിന്ന് മേടിച്ച കമ്മല. ഇതാ അതിൻ്റെ ജോഡിയാണ് ഇതാ ഈ ഇരിക്കുന്ന കണ്ടോ, അതിൻ്റെ ജോഡിയാണ് അത്. കാണാമോ? എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തൊന്നും വലിയ പരിചയമില്ല. കണ്ടു, എൻ്റെ ജോഡിയാണിത്. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. മോൾക്ക് എപ്പോഴും കമ്മലായിട്ട് ഇടാറുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒരെണ്ണം എടുത്ത് മൂക്കുത്തിയായിട്ട് ഇടാറുണ്ട്. ഇതാണ് എൻ്റെ ലൈഫിലെ രണ്ടാമത്തെ മൂക്കുത്തി. ഒരു 5 പെറ്റൽ ഫ്ലവർ ഡയമണ്ട് മൂക്കുത്തിയാണ് ഇത്. എറണാകുളത്തെ ലുലുവിന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ മേടിച്ചതാ. പിന്നെ ഇത് ട്രിവാൻഡ്രം ഭീമേന്ന് മേടിച്ചൊരു ഡയമണ്ട് മൂക്കുത്തി, ഇത്തിരി വലിപ്പമുള്ളത്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൂക്കുത്തി അല്ല, ഇതെന്റെ മോളുടെ കമ്മലാണ്. ഇതിന്റെ ജോഡി അവൾ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോ ഇത് പ്രഷ്യസ് സ്റ്റോണും അല്ല, എന്തോ ഒരു സാധാരണ വെള്ളക്കമ്മല. അപ്പൊ ഇത് കൊണ്ടുപോയി കൊടുത്താലൊന്നും ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഇതിന് ഞാനങ്ങ് മൂക്കുത്തിയാക്കി എടുത്തു. നല്ല രസമാണ്, ഇടുമ്പോൾ ഇതിങ്ങനെ ആടും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തത് ദേ ഇതാണ്. ഇത് ഈ എം.എസ്. സുബലക്ഷ്മി മൂക്കുത്തി എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഡിറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഒറ്റ കല്ലുള്ള ഒരു മൂക്കുത്തിയായിട്ടും ഉപയോഗിക്കാം, ഇങ്ങനെ ഇതിന്റെ അടിയിൽ ഞാത്ത് വരുന്ന രീതിയിലും ഉപയോഗിക്കാം. അങ്ങനെ ഒരു 2-in-1 മൂക്കുത്തിയാണ്. പിന്നെ ഉള്ളത് ഇതാ, ഇതൊരു സിംഗിൾ സ്റ്റോൺ ഡയമണ്ട് മൂക്കുത്തി. ഇത് മൂക്കുത്തിയാ, പക്ഷെ ഇതിനെ രണ്ടായിട്ട് മേടിച്ചിട്ടാണ് എൻ്റെ ഇളയ മോളുടെ കാത് കുത്തിയത്. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഇതിങ്ങനെ മാറ്റി മാറ്റി മൂക്കുത്തിയായിട്ടും അവർക്ക് കമ്മലായിട്ടും ഒക്കെ ഇടും. പിന്നെ ഇതിന്റെ റിവേഴ്സ് സംഭവിച്ച ഒരു മൂക്കുത്തിയായത്, അതായത് ഇതാ ഇതൊരു നവരത്ന മൂക്കുത്തിയാ. അപ്പൊ ഇതിനെ ഭീമേന്ന് മേടിച്ചിട്ട് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര വലിപ്പം. അങ്ങനെ ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്യിച്ചു. അപ്പം ഇതിനിപ്പം ജോഡിയായിട്ട് കമ്മലായിട്ട് ഇടും. വല്ലപ്പോഴും പട്ടുസാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് മൂക്കുത്തിയായിട്ടും ഇടും. നല്ല രസമുള്ള സംഭവമാണ്. ഇനി ഇവനാണ് എന്നെ കൊണ്ട് വലത് സൈഡ് കുത്തിപ്പിച്ച ആള്. ഇതിന്റെ ആണി കളഞ്ഞു പോയത് പുതുക്കി പണിത് എടുത്തപ്പോഴത്തേക്കുമാണ് മൂക്കുത്തി വലത് സൈഡ് കുത്തുന്നത്. അപ്പൊ ഇതാണ് 4 കല്ലുള്ള ഡയമണ്ട് മൂക്കുത്തി, ട്രിവാൻഡ്രം ഭീമയിൽ നിന്ന് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ട്രിവാൻഡ്രം ഭീമയിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ആ ഇടയ്ക്ക് ജോസ്കോ എന്ന് പറഞ്ഞത് അല്ലാതെ എല്ലാം ട്രിവാൻഡ്രം ഭീമയിലെ മൂക്കുത്തികളാ. ഇനിയുള്ളത് ഇതൊരു വേറൊരു എം.എസ്. സുബലക്ഷ്മി മൂക്കുത്തിയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഇതൊരു എയർലൂം പീസാണ്. ഇതെന്റെ അമ്മുമ്മയുടെ മൂക്കുത്തിയാ. ഇത് പേൾ അല്ല, ഇത് കാറ്റ്സൈ എന്ന് പറയുന്ന സ്റ്റോൺ ആണ്. അപ്പോൾ ഇതും ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒറ്റയായിട്ടും ഇങ്ങനെ ഒറ്റക്കല്ലായിട്ടും ഇല്ല ഇതിന്റെ അടിയിൽ തൂക്കോട് കൂടി ഒക്കെ ഇടാൻ പറ്റുന്നത്. ഇത്രയാണ് എൻ്റെ ഗോൾഡ് മൂക്കുത്തിയുടെ കളക്ഷൻ. എനിക്ക് സിൽവർ മൂക്കുത്തികളും ഉണ്ട്. ഞാനൊരു ഭയങ്കര സിൽവർ ജ്വല്ലറി ലവറാണ്. സോ വല്ലപ്പോഴും ഈ റസ്റ്റിക് ആയിട്ടുള്ള ഏർത്തി ആയിട്ടുള്ള ഡ്രസ്സസിന്റെ കൂടെയൊക്കെ സിൽവർ മൂക്കുത്തികളും ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ഇതാ ഇത്, ഒരു ഹുക്ക് സ്റ്റൈൽ. അതേപോലെ ഇരിക്കുന്ന കുറച്ച് വ്യത്യാസത്തിൽ കുറച്ചുകൂടെ ഭംഗിയിൽ വേറെ ഒരെണ്ണം. ഇത് രണ്ടും ഞാൻ ഏത് പേജിൽ നിന്നാണ് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് അതിനെ ടാഗ് ചെയ്തേക്കാം. ഇത് രണ്ടും ഞാൻ ഈ ബ്ലാക്ക് പട്ടേഡ ആഞ്ചു അല്ലെങ്കിൽ ഗംച്ച അങ്ങനെയുള്ള ഡിസൈനുള്ള ഡ്രസ്സുകളുടെ കൂടെ അല്ലെങ്കിൽ മൽക്ക സാരിയുടെ കൂടെയൊക്കെ ഉടുക്കാറുണ്ട്. പിന്നെ അടുത്തത് ഇതാ, ഇതൊരു എഗൈൻ ഒരു സിൽവർ റിംഗ് ആണ്. ഇതിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഇടും കാഷ്വലായിട്ട്. ഇത് എൻ്റെ സ്റ്റോർ ഉണ്ടല്ലോ, സത്രംഗി സിൽവർ സ്റ്റുഡിയോ, അവിടെ നിന്ന് മേടിച്ച കമ്മല. സ്റ്റോറിൻ്റെ എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് കൃത്യമായി കാശ് കൊടുക്കാത്ത സാധനം തരില്ല. അങ്ങനെ മേടിച്ചതാ. ഇതിൽ സൈഡിൽ പേൾസും നടുക്ക് കെം സ്റ്റോണും. ഇതിന്റെ ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ മൂക്കിന്റെ ഈ മൂക്കുത്തി ഇടാനായിട്ടുള്ള ഹോളിൽ കയറ്റി നമ്മളിങ്ങനെ കറക്കിയിട്ട് പ്രസ് ചെയ്യണം. വയർ ബാക്ക്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഗോൾഡ് മൂക്കുത്തിയും ഈ ടൈപ്പ് ബാക്കിംഗ് ഇല്ല വരുന്നത്. അവിടെ ഞാൻ ഈ ആണിയുള്ള ടൈപ്പ് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ഒരു ലോട്ടസ് മൂക്കുത്തി, ഇതും നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നുള്ളതാ. ഇതൊരു ഞാൻ ക്വർക്ക് സ്മിത്ത് എന്നെങ്ങാണ്ടുള്ള ഒരു പേജിൽ നിന്ന് മേടിച്ചതാണെന്ന് തോന്നുന്നു. ക്വർക്ക് സ്മിത്ത്, ഇതും എനിക്കിഷ്ടമുള്ളൊരു മൂക്കുത്തിയാണ്. അഗൈൻ നമ്മുടെ സ്റ്റോറിൽ നിന്നുള്ള ഒരു മൂക്കുത്തി. ഇതും നമ്മുടെ സ്റ്റോറിൽ നിന്നുള്ളൊരു മൂക്കുത്തി. ഇവനെ പോലെ ഉണ്ടല്ലേ ഇത് കാണാൻ, അങ്ങനെ ഒരു മൂക്കുത്തി. ലാസ്റ്റ് ഇതും സ്റ്റോറിൽ നിന്നുള്ളൊരു മൂക്കുത്തി. ഇതിനകത്ത് വെള്ളക്കല്ലും ചുമന്ന കല്ലും വരുന്നത്. എത്രയാണ് എൻ്റെ മൂക്കുത്തിയുടെ കളക്ഷൻ. ഞാൻ നല്ലോണം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മേടിച്ച ഇമിറ്റേഷൻ കമ്മല്, അമ്മയുടെ സാരികൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കളക്ഷൻ നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അലമാരയുടെ ആ പർട്ടിക്കുലർ തട്ട് അടുക്കി വൃത്തിയാക്കി വെക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണത്. സോ കമൻറ്റ് ചെയ്യുക. ഈ മൂക്കുത്തിയുടെ കളക്ഷൻ ഇഷ്ടമായോ എന്നും കമൻറ്റ് ചെയ്യുക. ഞാനിതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ട് വെക്കുന്നതാണല്ലോ, അപ്പം നിങ്ങൾക്കും കൂടിയൊക്കെ ഇഷ്ടമാണെന്ന് അറിയുവാണെങ്കിൽ അത് സന്തോഷമല്ലേ. കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, കാരണം കുട്ടികളുടെ പനിയൊക്കെ ഒന്ന് വിട്ട് വരുന്നേ ഉള്ളൂ. നാളെ തൊട്ട് വീണ്ടും സ്റ്റോറിലേക്കൊക്കെ പോകണം, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുണ്ട്. എൻ്റെയും സൗണ്ട് ശരിയായി വരുന്നേ ഉള്ളൂ. ഒരുപാട് പേര് ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞു. സാബാറ്റിക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ആയിപ്പോയില്ലോ എന്ന് വിഷമം പറഞ്ഞു. പക്ഷെ എനിക്ക് വിഷമമില്ല, കാരണം ഐ തിങ്ക് ഐ ഡിസേർവ് ദിസ് റെസ്റ്റ്. അപ്പം ഒന്നും ചെയ്യാതെ, അസുഖം വന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നും ചെയ്യാതെ ഒരാഴ്ച കിട്ടി. അപ്പോൾ ഇനിയും ഉണ്ടല്ലോ, 5.5 മാസത്തോളം ഉണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാം എക്സൈറ്റിംഗ് കാര്യങ്ങളായിരിക്കും നമുക്ക് വേണ്ടി ഈ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ടാവുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.